പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഹല്ലേലൂയ സ്തോത്രം ജൂലൈ മാസം 8-ാം തീയതി ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ അത്ഭുതകരമായി കാത്തുപരിപാലിച്ചു. ഓർത്ത് നോക്കി എത്ര ശ്രേഷ്ഠകരമായിട്ടാണ് കർത്താവ് നടത്തിയത്. ആമേൻ. കഴിഞ്ഞ പകൽ കർത്താവിൻ്റെ ദൂതന്മാർ നമുക്ക് ചുറ്റും അഗ്നി മതിലായി നിന്നു. അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ആമേൻ കർത്താവ് ഒഴിവാക്കി തന്നു. തൻ്റെ ചിറകിൻ്റെ മറവിൽ കഴിഞ്ഞ പകൽക്കാലം നമ്മളെ മറച്ചു പിടിച്ചു. കരങ്ങളെ ഉയർത്തിയിട്ട് പറ, താങ്ക് യു ലോർഡ്. അങ്ങേക്ക് സ്തോത്രം 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 സ്തോത്രം. അപ്പ രാത്രികാലം സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചു. കർത്താവിന് കരം ഉയർത്തി സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ഇന്നലത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കി തീർത്ത കർത്താവിന് കരങ്ങളെ ഉയർത്തി ഒന്ന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം 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 കർത്താവേ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. അപ്പാ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാകിയാൽ. അതെ, സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്. സങ്കീർത്തനം 72:18-19 താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി ആമേൻ അങ്ങ് ദൈവമായ യഹോവയായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ മഹത്വമുള്ള നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭൂമി മുഴുവനും കർത്താവിൻ്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. അക്കരമുയർത്തി ഒന്നുകൂടെ പറഞ്ഞേ, ഭൂമി മുഴുവനും കർത്താവിൻ്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. ഒരിക്കലോട് പറ, ഭൂമി മുഴുവനും കർത്താവിൻ്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ ആരാധിക്കുവാനും അങ്ങേ സ്തുതിക്കുവാനും അങ്ങ് ഒരുക്കിയ അവസരമായത്. ഞങ്ങൾ ഈ സമയത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. അപ്പോൾ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രയാഗം അർപ്പിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളിലും അങ്ങയുടെ കൃപ ഞങ്ങളുടെ കൂടെ ഉള്ളതിന് സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉള്ളതിന് സ്തോത്രം. ഞങ്ങളെ ഒരിക്കലും കൈവിടാതെ ഞങ്ങളെ കൈവിടാതെ ഞങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അത്ഭുതങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളുടെ ആവശ്യങ്ങളെ കൂട്ടായിട്ടിരിക്കുന്ന ഞങ്ങളുടെ ആമേൻ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ രോഗികളായി ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ദൈവിക ആരോഗ്യം ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും അടിപ്പിണരുകളുടെ ശക്തി വ്യാപരിക്കട്ടെ. അടിപ്പിണരുകളുടെ ശക്തി വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ അടിപ്പിണരുകളുടെ ശക്തി ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും മാനിഫെസ്റ്റ് ചെയ്യട്ടെ. ഓരോരുത്തരും സൗഖ്യമാകട്ടെ. അവർ ഏത് രോഗത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നു ആ രോഗം വിട്ട് അവർ സ്വസ്ഥരായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ രോഗം വിട്ട് അവർ സ്വസ്ഥരായി തീരട്ടെ. ഹല്ലേലൂയ. അങ്ങ് അത്ഭുതങ്ങളെ ചെയ്തതിനായിട്ട് സ്തോത്രം. ആരോഗ്യമുള്ള ശരീരം കൊടുത്തിരിക്കുന്നതിന് സ്തോത്രം. ദീർഘായുസ് കൊടുക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ഞെരുക്കങ്ങളിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അങ്ങേക്ക് ഒരു കാര്യവും അസാധ്യമല്ല. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. അങ്ങ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. ആമേൻ. അതുപോലെ കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എഡ്യൂക്കേഷൻ ആമേൻ ആമേൻ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവിടെയും ദൈവിക ഇടപെടലുകൾക്കായിട്ട് സ്തോത്രം. ആമേൻ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കോഴ്സിന് പോയി അത് കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അവിടെ പിടിച്ചു നിൽക്കാൻ, കോളേജിൽ പുതിയ അറ്റ്മോസ്ഫിയറിൽ പിടിച്ചു നിൽക്കുവാൻ ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങൾ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ അവിടെ സ്വസ്ഥമായി പിടിച്ചു നിന്ന് അവർ ഏറ്റെടുത്തത് കംപ്ലീറ്റ് ചെയ്യുവാൻ കർത്താവിൻ്റെ കൃപ അവർക്ക് കൊടുക്കുന്നതിനായി സ്തോത്രം. കർത്താവ് അങ്ങ് അത്ഭുതം ചെയ്തതിന് നന്ദി പറയുന്നു കർത്താവെ.
ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു അഭിഷക്ത ദാസീദാസന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങ് ബലപ്പെടുത്തണം. ലോകവ്യാപകമായ ഒരു റിവൈവലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് കർത്താവെ അങ്ങയുടെ നാമത്തെ സ്നേഹിച്ച് അങ്ങയുടെ വേലയിലായിരിക്കുന്ന എല്ലാവരുടെ മേൽ കർത്താവിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ ഉള്ളതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി പറയുന്നു. സകല മഹത്വം പുകഴ്ചയപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കേണ്ട ദൈവകൃപയാൽ ഇന്നലെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സമയം കർത്താവ് വൈകിട്ട് തന്നു. ശ്രേഷ്ഠമേറിയ മീറ്റിംഗ് നടക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. അതിന് കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നാളെയും കർത്താവ് അനുവദിച്ചാൽ നമുക്ക് ഇന്ത്യൻ സമയം രാത്രി 9:30 മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നത്. പ്രാർത്ഥനയോടെ നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണം. കർത്താവിൻ്റെ ഹിതമായ അത് ആമേൻ ദൈവ പദ്ധതി പോലെ നടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ആലോചനയിലേക്ക് നമുക്ക് വേഗത്തിൽ പോകാം. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യമാണ്. ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. ഒരു കാര്യം പറഞ്ഞിട്ട് അതിനോട് വേറൊരു കാര്യം പറഞ്ഞ് കമ്പയർ ചെയ്യുക. ആത്മാവില്ലാത്ത ശരീരം, അതായത് ഒരു മനുഷ്യൻ തൻ്റെ ശരീരം വിട്ടുപോകുക എന്ന് പറഞ്ഞാൽ ആത്മാവ് ആ ശരീരത്തിൽ നിന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ശരീരം കൊണ്ട് പിന്നെ ഒരു ഗുണവുമില്ല. അത് വെറും ഒരു മാംസപിണ്ഡം മാത്രമാകും. അതിനകത്ത് പിന്നെ ഒരു കാര്യവുമില്ല. ഇതുപോലെ കർത്താവ് ഇവിടെ പറയുകയാണ്, ആത്മാവില്ലാത്ത ശരീരം നിർജീവമായി പോയിരിക്കുന്നത് പോലെ തന്നെ ഇവിടെ പറയുന്നു പ്രവൃത്തിയില്ലാത്ത വിശ്വാസം എന്താണ്? നിർജീവമാണ്. ഒരു കാര്യവുമില്ല. പ്രവൃത്തിയില്ലാതെ വിശ്വാസം പറയുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. നമുക്ക് ഈ കാലഘട്ടത്തിൽ വിശ്വാസം പറയുന്ന ഒത്തിരി പേരെ നമുക്ക് കാണാൻ കഴിയും. വിശ്വാസത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ കഴിയും. പക്ഷേ വിശ്വാസത്തോടുകൂടെ പ്രവൃത്തിയോടുണ്ടെങ്കിലേ ദൈവത്തിൻ്റെ അത് പ്രയോജനം അല്ലെങ്കിൽ ദൈവനാമം അത് മഹത്വത്തോടെ വെളിപ്പെടുകയുള്ളൂ. അപ്പം നമുക്കറിയാം ഈ വാക്യത്തിൻ്റെ മുകളിലത്തെ 2-3 വാക്യം നമുക്ക് വായിക്കാം. 20-ാമത്തെ വാക്യം വായിക്കുന്നു. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടു? അതായത് താൻ ആറ്റുനൂറ്റിരുന്നുണ്ടായ തൻ്റെ ഏകജാതനായ മകൻ, അവൻ ആ മകനെ യാഗപീഠത്തിൽ വെക്കാൻ പറഞ്ഞപ്പോൾ അബ്രഹാം ഒന്നും ചിന്തിക്കാതെ യാഗപീഠത്തിൽ യാഗം കഴിക്കാൻ വെച്ചു. അതാണ് പ്രവൃത്തി. ദൈവത്തിൽ വിശ്വാസമുണ്ട്, ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കും, ദൈവം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തും എന്ന് പറഞ്ഞ് നിൽക്കുകയല്ല. അങ്ങനെ ചെയ്യുമെന്ന് അബ്രഹാമിന് വിശ്വാസമുണ്ട്. അവൻ്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു. പ്രവൃത്തിയോടുകൂടെ നമ്മളിപ്പോൾ ഒത്തിരി പേര് വിശ്വാസം പറയും, ദൈവം അങ്ങനെ ചെയ്യും, ദൈവം ഇങ്ങനെ ചെയ്യും, പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? പ്രവർത്തിക്കുന്നില്ല. എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചേ? അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് നീതിയായി കണക്കിടുകയും ചെയ്തു. എന്നിട്ട് 24-ാമത്തെ വാക്യം പറഞ്ഞു, അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് രാഹാബ് എന്ന് പറയുന്ന ഒരു സഹോദരിയെക്കുറിച്ച് പറയുകയാണ്. 25-ാമത്തെ വാക്യം, ആവണ്ണം രാഹാബ് എന്ന വേശ്യയും ദൂതരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തതിൽ പ്രവൃത്തികളാലല്ലയോ നീതീകരിക്കപ്പെട്ടത്? പ്രവൃത്തിയാലാണ് രാഹാബും നീതീകരിക്കപ്പെട്ടത്. അപ്പം ഇവിടെ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? നമുക്ക് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട കാര്യം, പ്രിയപ്പെട്ടവരെ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം എന്താണ്? നിർജീവമാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം പ്രയോജനരഹിതമാണ്. ഇന്ന് പ്രഭാതത്തിൽ നമ്മളോട് പരിശുദ്ധാത്മാവ് പറയുക, ഹല്ലേലൂയ, ആമേൻ, നമ്മൾ ദൈവരാജ്യത്തിൽ പ്രവർത്തിക്കുന്നവരായിരിക്കണം, വിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നവരായിരിക്കണം. ആമേൻ. ഒരു വ്യക്തി ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു, നമ്മൾ പഠിപ്പിച്ച എല്ലാ കൺഫെഷനുകളും പറഞ്ഞു, ഉപവസിച്ചു. ആമേൻ. ഭയങ്കര വിശ്വാസമുണ്ട്. പക്ഷേ അദ്ദേഹം ഒരിടത്തും ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല. ഹല്ലേലൂയ. അപ്പം പുള്ളിയോട് പറഞ്ഞു, നിൻ്റെ വിശ്വാസമെന്ന് പറയുന്നത് ഒരിടത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന കാറ് പോലെ. ഹല്ലേലൂയ. നീ കാറ് പാർക്ക് ചെയ്തിരിക്കുക, എന്നിട്ട് നീ ആ പാർക്ക് ചെയ്തിട്ട് പറയുന്ന കർത്താവ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കട്ടെ, ആമേൻ, കർത്താവ് ഇഞ്ചൻ സ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനല്ല വേണ്ടത്. അപ്പോൾ അത് കേട്ടപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ പോയി ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ കാരണമായി. അവൻ്റെ വിശ്വാസം മൂവ് ചെയ്തു, വഴികൾ തുറന്നു വിടുവാൻ കാരണമായി തീരുന്നു. ആമേൻ. നമ്മളെല്ലാവരും എന്നാ ചെയ്യുന്നത്? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കർത്താവ് എല്ലാവരും പറയും, ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് എനിക്ക് വേണ്ടി ഒരു വഴി തുറക്കും. പക്ഷേ അവരുടെ പ്രവൃത്തി കാണിക്കുന്നത്, അവരുടെ വർത്തമാനം കാണിക്കുന്നത്
ദേ ആർ നോട്ട് ഡൂയിങ് എനിത്തിങ്. അവരൊന്നും ചെയ്യത്തില്ല. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ ആശ്രയിക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിന് വേണ്ടി നമ്മൾ വിശ്വസിക്കുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്. ഹല്ലേലൂയ. അതിനുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മളത് വിതയ്ക്കാൻ തയ്യാറാകണം. നമ്മൾ അതിന് വേണ്ടുന്ന പ്ലാനുകൾ ചെയ്യാൻ തയ്യാറാണ്. ആമേൻ. അപ്പോഴാണ് ദൈവിക പ്രവൃത്തി നടക്കുന്നത്. ഫെയ്ത്ത് പ്ലസ് ആക്ഷൻ ഇൻവൈറ്റ്സ് മിറക്കിൾ. വിശ്വാസത്തോടുകൂടെ പ്രവൃത്തി ചെയ്യണം. അപ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഒരു കുഞ്ഞിന് വേണ്ടി ആമേൻ പ്രാർത്ഥിക്കുന്ന ദമ്പതികൾ അവരെന്ത് ചെയ്തു? അവർ കടയിൽ പോകാൻ തുടങ്ങി, അവർ വസ്ത്രം മേടിച്ച് വെക്കാൻ തുടങ്ങി, അവർ ആ കുഞ്ഞിനെ സ്വീകരിക്കുവാൻ തയ്യാറാകാൻ തുടങ്ങി. അല്ലാതെ ചുമ്മാതിരുന്ന് പ്രാർത്ഥിക്കുകയല്ല. അപ്പോൾ വിശ്വാസത്തോടു കൂടിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് അത്ഭുതങ്ങൾ നടക്കുവാൻ, ആമേൻ, ദൈവിക ഇടപെടൽ ഉണ്ടാകുവാൻ ഇടവരുന്നത്. നമ്മൾ പ്രാർത്ഥിച്ച് കണ്ണു അടച്ച് ഒരു മൂലയ്ക്കിരുന്നാൽ പോലെ ഇപ്പം കർത്താവ് തരും എന്ന് പറയൽ. ആമേൻ. ഫെയ്ത്ത് വിത്തൗട്ട് ആക്ഷൻ അത് ശരിയാകത്തില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾ വിശ്വാസത്തോടുകൂടെ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളോട് പുറത്താകാൻ കൽപ്പിച്ചാൽ ഭൂതങ്ങൾ പുറത്താകും. നമ്മൾ മിണ്ടാതിരുന്ന ഭൂതം പുറത്താകത്തില്ല. വിശ്വാസത്തോടുകൂടെ നമ്മൾ യേശുവിൻ്റെ നാമം ഉപയോഗിച്ച് കൽപ്പിക്കുമ്പോഴാണ് ഭൂതം പുറത്ത്. അവിടെ നമ്മുടെ ആക്ഷനുണ്ട്. വിശ്വാസമുള്ളവൻ പറയാൻ തയ്യാറാകണം. 2, നിങ്ങൾ എൻ്റെ നാമത്തിൽ കൈവെക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും. വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രോഗികളെല്ലാം സൗഖ്യമായിക്കോളുമെന്നല്ല പറഞ്ഞു. വിശ്വാസത്തോടെ നിങ്ങളുടെ പ്രവൃത്തി എന്തുവാ? കൈവെക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്നു, വിശ്വാസം മാത്രം പോരാ, അതോടൊപ്പം പ്രവൃത്തിയൂടെ വേണം. നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു, യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റു പറഞ്ഞു, വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ടു. അപ്പോഴാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. സോ വിശ്വാസം പ്രവൃത്തി കൂടാതായിപ്പോയാൽ അത് നിർജീവമാണ്. അതുകൊണ്ട് പ്രവൃത്തിയോടുകൂടിയ വിശ്വാസം വേണം. അല്ലെങ്കിൽ വിശ്വാസത്തോടുകൂടെ എന്തുകൂടെ വേണം? പ്രവൃത്തിയൂടെ വേണം. കേട്ടോ? കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഡു സംതിങ് വിത്ത് ഫെയ്ത്ത്. എന്തെങ്കിലുമൊക്കെ. ഇസഹാക്കിനോട് കർത്താവ് പറഞ്ഞു, ക്ഷാമകാലത്ത് ഞാൻ നിനക്ക് 100 മേനി തരാം, പക്ഷേ ഇസഹാക്ക് എന്ത് ചെയ്യണം? വിതയ്ക്കണം. ഇസഹാക്ക് വിതച്ചപ്പോഴാണ് 100 മേനി ലഭിച്ചത്. ആമേൻ. കാനായിലെ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കിയത് എങ്ങനെ? ആ ഒഴിഞ്ഞ ഭരണികളിലേക്ക്, കൽപാത്രങ്ങളിലേക്ക് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു, എന്നിട്ട് കോരി കൊടുക്കുവാൻ പറഞ്ഞു. അവിടെയാണ് അത്ഭുതം നടന്നത്. സ്തോത്രം. അതുകൊണ്ട് പ്രവൃത്തി കൂടാത്ത വിശ്വാസം നിർജീവമാണ്. പ്രവർത്തിക്കുക, വിശ്വാസത്തോടെ പ്രവർത്തിക്കുക, അത്ഭുതങ്ങളെ കാണാൻ കഴിയും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലെസ്ഡ്. വി ആർ റിയലി ബ്ലെസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.